എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അയ്യപ്പനുള്ള കളത്തിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചൊരു വിശദമായ വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കണം, അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ ഈ തൃക്കണാപുരം ക്ഷേത്രത്തിൽ ആദ്യം ഈ പുനരുദ്ധാരണത്തിന് ശേഷം ആദ്യത്തെ പ്രതിഷ്ഠ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഇവിടെ കളമെഴുത്ത് പാട്ട് നടത്തുമ്പോൾ ആദ്യം തന്നെ തലേ ദിവസം തിരുമാന്താകുന്ന് ഭഗവതിക്ക് കളമെഴുതി പാട്ട് കഴിച്ചു. പിറ്റേ ദിവസം അയ്യപ്പന് തന്നെ ഏറ്റവും വലിയ വഴിപാടായ 12,008 നാളികേരം ഉടച്ചുകൊണ്ടുള്ള പാട്ടാണ് ആദ്യം തന്നെ ഇവിടെ നടത്തിയത്. ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് അയ്യപ്പന് പാട്ട് നടക്കുകയാണ്. അത് ആദ്യത്തെ 12,000 അതിന് പുറമെ അത് എറിയാനുള്ള ഭാഗ്യം ഉണ്ടായത് എനിക്കാണ്. അതും ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ 12,000 എറിയുണ്ടായിരുന്നത്. അന്ന് അത് 2012 തുടങ്ങി വെച്ചത്. അന്ന് മുതലിപ്പോൾ ഈ കൊല്ലം വരെ ഭംഗിയായിട്ട് കളമെഴുത്ത് പാട്ട് നടക്കുന്നുണ്ട്. ഈ സന്ധ്യവരെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തായമ്പക, കേളി, അങ്ങനെ ഘോഷമായിട്ടുണ്ടെങ്കിൽ ആദ്യം തായമ്പക കിട്ടും. അത് കഴിഞ്ഞാൽ കേളി, അത് കഴിഞ്ഞാൽ കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ തിരുവായുധം ശ്രീലകത്തുള്ളത് എഴുന്നള്ളിച്ച് കൊണ്ടുപോയിട്ട് സാധാരണ പടിപ്പുരയിൽ അല്ലെങ്കിൽ ഗോപുരത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വല്ല ആൽമരത്തിൻ്റെ ചൂട്ടിലൊക്കെയാണ് എഴുന്നള്ളിച്ച് കൊണ്ടുപോയി വെച്ച് ഭഗവാൻ അവിടെ ഒരു പൂജയും പാട്ടും ഒട്ടൊക്കെ ആയിട്ടൊരു സമർപ്പണമുണ്ട്. അത് മുല്ലക്കൻ പാട്ട് എന്ന് പറയും. മുല്ലക്കൻ പാട്ടിന് എഴുന്നള്ളിക്കുക എന്ന് പറയും. ആ മുല്ലക്കൻ പാട്ടിൻ്റെ ചടങ്ങ്, ആ പാട്ടും പൂജ അവസാനിപ്പിക്കുന്നതോട് കൂടിയിട്ടാണ് ഈ അയ്യപ്പൻ്റെ കോമരം അവിടേക്ക് എത്തും. അവിടുന്ന് കോമരത്തിന് തിരുവായുധം കൊടുത്ത് അവിടുന്ന് തിരിച്ച് എഴുന്നള്ളിക്കാണ്. ഈ തിരിച്ചെഴുന്നള്ളിക്കുമ്പോൾ മേളം, ഇടയ്ക്ക പ്രദക്ഷിണം, അങ്ങനെ വലന്തല കൊട്ടിയിട്ട് അങ്ങനെ ഒരു 3 പ്രദക്ഷിണം ക്ഷേത്രത്തിൽ ചുറ്റും. ഈടും കൂറും എന്ന് പറഞ്ഞിട്ടുള്ളൊരു നൃത്തമുണ്ട്. അത് മാരാര് കൊട്ടുന്ന ആ താളത്തിനനുസരിച്ച് വെളിച്ചപ്പാട് നൃത്തം വയ്ക്കുക എന്ന് പറയും. അത് തുടക്കം ത്രിപുടയിൽ ലീഡ് എന്നാണ്. ഈ ശൈവ സങ്കല്പത്തിന് മുഴുവൻ ത്രിപുടയിൽ ലീഡ് അതൊരു പ്രാധാന്യമാണ്. അതായത് ത്രിപുട താളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശൈവ താളമായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ത്രിപുടയിൽ ലീഡാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈട് കഴിഞ്ഞാൽ കൂറ് എന്ന് പറഞ്ഞാൽ ഈ കൊട്ടുന്ന ഒരു ചിട്ട സമ്പ്രദായം ഉണ്ട്. ആ സമ്പ്രദായത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഈ കൊട്ടുന്ന ആളുടെ മനോധർമ്മത്തിനനുസരിച്ച് കൊട്ടാം. അതിനനുസരിച്ച് ആ കോമരം നൃത്തം വയ്ക്കുന്നു. ഈടും കൂറും കഴിഞ്ഞാൽ അകത്തേക്ക് കളം എഴുതിയ സ്ഥലത്തേക്ക് ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഈ ഭഗവാന്റെ തിരു ആയുധം എഴുന്നള്ളിച്ചിട്ടുള്ളത് കളത്തിൻ്റെ തലക്കിൽ പീഠത്തിൻ്റെ അവിടെ ചാരി വയ്ക്കുന്നു. പിന്നെ കളപ്രദക്ഷിണമാണ്. ഈ കളപ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പുറത്തു പോയി എഴുന്നള്ളിച്ച് എല്ലാ ഭഗവാനെയൊക്കെ ആനയിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഭഗവാൻ തൻ്റെ രൂപം എഴുതിയിട്ടുള്ള കളം കണ്ടിട്ടുള്ള ആനന്ദ നൃത്തം എന്നുള്ള സങ്കല്പത്തിലാണ് ഈ ഭഗവാന്റെ ഈ വെളിച്ചപ്പാട് അവിടെ നൃത്തം ചെയ്യുന്നത് കളത്തിന് ചുറ്റും. അത് തുടക്കം ആദ്യം പതികാലം കഴിഞ്ഞ് ഏകതാളം 3, 5, 7 ഇങ്ങനെയുള്ള എണ്ണങ്ങളാണ് ചവിട്ടുന്നത് വെളിച്ചപ്പാട്. അത് ഈ വെളിച്ചപ്പാട് ചവിട്ടുന്ന താളത്തിനനുസരിച്ച് മാരാര് കൊട്ടണം എന്നാണ് പറയുന്നത്.
അതായത് അതിൽ സാധാരണ എണ്ണങ്ങൾ വരുമ്പോൾ പതികാലം, ഏകതാളം, 3, 5, 7 ഒക്കെ വരും. അതിന് പുറമെ ചെമ്പ, അടന്ത, അതായത് കുംഭതാളം, ലക്ഷ്മി താളം, ദുരിതശേഖരം, അങ്ങനെ ഒരുപാട് താളങ്ങൾ കളപ്രേഷണത്തിന് വെളിച്ചപ്പാട് ചവിട്ടും. അത് അവരുടെ കൊട്ടാനുള്ള ആൾക്കനുസരിച്ചും അപ്പോഴത്തെ മനോധർമ്മത്തിനനുസരിച്ചും അത് ചവിട്ടുന്നു. ആ കളപ്രേഷണത്തിന്റെ എണ്ണം കഴിഞ്ഞാൽ പിന്നെ കളംപൂജയാണ്. കളംപൂജ എന്ന് പറഞ്ഞാൽ കളയെഴുത്ത് കഴിഞ്ഞു, അതിന്റെ എഴുന്നള്ളിപ്പ് കാര്യങ്ങൾ, സൃഷ്ടി എന്നുള്ള സങ്കല്പം കഴിഞ്ഞു. ഈ 5 പൊടികളെ കൊണ്ടും കളം എഴുതിയിട്ട് കണ്ണ് മിഴിപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്കൊരു ഭഗവാനെ അല്ലെങ്കിൽ ഒരു ദേവതയെ ആവാഹിച്ചിരുത്താനുള്ള ശക്തിയായി എന്നാണ് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിന് ജീവൻ കൊടുക്കുകയാണ്, അതായത് സ്ഥിതി. സൃഷ്ടി കഴിഞ്ഞു, ഇനി സ്ഥിതി എന്നുള്ളത് കളംപൂജ. അതിലേക്ക് ഭഗവാനെ ആവാഹിച്ചു കൊണ്ടുവന്ന് വിളക്ക് വെച്ച് ആവാഹിച്ച് അതിന് പൂജ നേദ്യം സമർപ്പിക്കുക. അതൊക്കെ കഴിഞ്ഞാൽ കളംപൂജ കഴിഞ്ഞു, സ്ഥിതി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ സംഹാരം, 3ാമത്തെ ഭാഗമായി. സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിന്റെ ഭാഗമായി. അത് കഴിഞ്ഞാൽ പാട്ട് കഴിഞ്ഞാൽ തിരുവിഴിച്ചിലാണ്. ഈ തിരുവിഴിച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിവാരങ്ങൾക്ക് ഉള്ള പൂക്കല, അരി, തിരി ഇതൊക്കെ സമർപ്പിക്കലാണ്. ഈ തിരുവിഴിച്ചിൽ കഴിഞ്ഞാൽ പിന്നെ വെളിച്ചപ്പാട് കളത്തിലേക്ക് വരിക. കളത്തിൽ വന്നു കഴിഞ്ഞാൽ വില്ലുമ്മ നൃത്തം, പട്ടിന്റെ മുകളിൽ നൃത്തം എന്ന് പറയും. അതായത് ആദ്യം വന്നു കഴിഞ്ഞാൽ കുറുപ്പ് പാടും, ആ പാട്ടിനനുസരിച്ച് വെളിച്ചപ്പാട് ഈ കളത്തിൽ എഴുതിയ വില്ലിന്റെ മുകളിൽ നിന്നിട്ട് ഒരു നൃത്തമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പട്ടിന്റെ മുകളിലാണ് നൃത്തം. ആ സമയത്ത് എന്താ വെച്ചാൽ വെളിച്ചപ്പാട് കടുത്തിലും ചുരുകിയും ഉപയോഗിക്കും. അത് ഈ വേട്ടക്കരം പാട്ട്, എരഞ്ഞു പുരാൻ പാട്ട്, അയ്യപ്പൻ പാട്ട്, അങ്ങനെ പുരുഷരൂപം എഴുതിയിട്ട് നാളികേരം എറിഞ്ഞിട്ട്, അതായത് മുല്ലയ്ക്കൻ പാട്ടായിട്ട് നടത്തുന്ന പാട്ടുകൾക്കൊക്കെ ഈ കടുത്തിലും ചുരുകിയും 2 തിരുവായുധങ്ങൾ വെളിച്ചപ്പാട് ഉപയോഗിക്കും. അത് രണ്ടും കൂടി ഉപയോഗിക്കുന്ന ഒരു സമയം ഈ പട്ടുമ്പ് നൃത്തം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഉള്ള സമയത്തൊക്കെ കടുത്തലിയും ചുരുകിയും മാറി എടുക്കും. അപ്പോൾ ഓരോ തിരുവായുധ കയ്യിലുണ്ടാവുള്ളൂ. ഈ പട്ടുമ്പ് നൃത്തത്തിന് മാത്രം 2 ആയുധം ഉണ്ടാവും. ഇടത്തെ കയ്യിൽ ചുരുകിയും വലത്തെ കയ്യിൽ കടുത്തലിയും. ഇത് പിടിച്ചിട്ടാണ് നൃത്തം നടത്തുന്നത്. അത് കഴിഞ്ഞാൽ ഈ നൃത്തം കഴിഞ്ഞ് കളം കണ്ടു കുളിക്കാൻ പോവാന്ന് പറയും വെളിച്ചപ്പാട്. കളം കണ്ടു, പകുതി കളം മായ്ച്ചു, എന്നിട്ട് കുളിക്കാൻ പോയി.
തന്നീലമാരും ചേകവനെ മഞ്ഞപ്പട്ടുടായിട്ടു കറുപ്പുകച്ചയുമായി മായത്താൽ കുതിരടയും മലേറി നടപ്പോൻ പുരതവനി കുളിച്ച് വന്ന് ശുദ്ധമായിട്ട് വന്ന് രണ്ടാമത് കെട്ടിച്ചിറ്റി വന്നിട്ടാണ് 12000 ആണെങ്കിൽ രണ്ടാമത് കുളിച്ച് കെട്ടിച്ചിട്ടില്ലേ പോയി കയ്യും കാലും ശുദ്ധമാക്കി വന്ന് കളത്തിൽ കയറി ആ കളത്തിൽ രണ്ടാമത് ബാക്കിയും കൂടിയും കുറച്ചും കൂടിയും കളം മായ്ച്ച് കുരുത്തോലയൊക്കെ വലിച്ച് തിരുമുഖം മറയ്ക്കും. ഈ തിരുമുഖം കളത്തിൽ എഴുതിയിട്ട് തിരുമുഖത്തിൻ്റെ മുകളിൽ കുരുത്തോലയാണ്ട് വിരിച്ചിട്ട് ആ മുഖം മറയ്ക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നാളികേര എറിയാൻ പോക്കാണ്. ഈ നാളികേര എറിയാൻ എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ കുത്തുവിളക്ക്, മാരാര്, അങ്ങനെ വെളിച്ചപ്പാട് 3 പേരും കൂടി പോയി ഈ നാളികേരം കൂട്ടിയിട്ടിട്ടുള്ളത് 3 പ്രദക്ഷിണം വയ്ക്കും എറിയാനുള്ള നാളികേരം. അത് ഏറ്റവും ചുരുങ്ങിയത് 3 നാളികേരം മുതൽ 12008 നാളികേരം വരെ എറിയും. ഈ 3 നാളികേരം പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പത്തിലാണെന്നും പറയും. അത് മേടം മുതൽ മീനൻ രാശി വരെ 12 രാശിയിലുള്ള പെട്ടിട്ടുള്ള ഇത് ചുരുക്കിയിട്ട് 3 ഭാഗമാക്കുന്നുണ്ട്. അത് സങ്കല്പത്തിലാണെന്നും പറയും 3 നാളികേരം. അതിന് പുറമെ ഈ 12008 നാളികേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാശിക്ക് 1000 നാളികേരം വെച്ചിട്ട് 12 രാശിക്ക് 12000വും പിന്നെ അഷ്ടദിക്പാലകന്മാരെ സങ്കല്പിച്ചുകൊണ്ട് ഉള്ളതാണ് 8 എന്നും പറയും. അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ചും ത്രിമൂർത്തികളെ സങ്കല്പിച്ച് 8. അങ്ങനെ പഞ്ചഭൂതങ്ങളും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് അവർക്ക് 3, അങ്ങനെ 8. അങ്ങനെ 12008 നാളികേരം വരെ എറിയും. അതാണ് ആ നാളികേരം ഏറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരെ കളത്തിൽ വന്ന് ബാക്കി കളം മായ്ച്ച് വെളിച്ചപ്പാട് എല്ലാവർക്കും കൽപ്പന കൊടുത്ത് ഈ കളപ്പൊടി കൊടുക്കുന്നു. ഈ തിരുമുഖം എഴുതിയിട്ടുള്ള ഭാഗത്തുള്ള പൊടി എടുത്തിട്ടാണ് പ്രസാദമായിട്ട് എല്ലാവർക്കും സങ്കല്പിക്കുന്നത്.
അങ്ങനെ ഈ തിരുമുഖം മാച്ചിട്ടുള്ള പൊടി എടുത്തിട്ട് പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു. അത് നെറ്റിമ തൊടുക, നെറുകയിലിടുക, ഇതൊക്കെ ചെയ്യും. അതേപോലെ കുട്ടികൾക്ക് പേടി വരുമ്പോൾ എടുത്ത് നെറുകയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പേടി മാറും എന്നൊക്കെ പറയും. അങ്ങനെ ഒരു വിശ്വാസത്തിലാണിത്, ഒരു പവിത്രമായിട്ടുള്ള ഒരു പ്രസാദമായിട്ടാണിത് കൊണ്ടുനടക്കുന്നത്. അതായത് ഈ 5 പൊടികളും ചേർന്ന് കഴിഞ്ഞാൽ ഒരു പവിത്രമായിട്ടുള്ള പ്രസാദമായി നല്ല സങ്കല്പമാണ്. അതായത് ഇതൊരു പച്ചയായിട്ടുള്ള ഒരു ജീവിതമാണ് കാണിച്ചു തരുന്നത് നമുക്ക്. അതായത് ഒരുപാട് കുട്ടി ഘോഷങ്ങളും അലങ്കാരങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതം ഇങ്ങനെ പച്ച പിടിച്ച് നിർത്തുന്നു. അത് ഒരു സുപ്രഭാതത്തിൽ അത് ഇല്ലാണ്ടായിട്ട് വെറും ഭസ്മമായി തീരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ, നമ്മുടെ ജീവൻ അങ്ങനെയാണ്. അതാണ് ഈ കാണിച്ചു തരുന്നത്. നമ്മൾ 5 പൊടികളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഈ കളം മായ്ച്ചു കഴിഞ്ഞാൽ ഒരു ഭസ്മം പോലെയായി, വെണ്ണീർ പോലെയായി. അങ്ങനെയുള്ളൂ നമ്മുടെ ജീവിതം എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ പ്രസാദം കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ചിത്രകൂടം പൊലിക്കുക എന്ന് പറയും. അതായത് ഈ കളം മായ്ച്ചതിൻ്റെ ഈ അരങ്ങിൻ്റെ നടുക്കിൽ പീഠവും വിളക്കും വെച്ചിട്ട് വെളിച്ചപ്പാട് കയ്യിൽ വെറ്റിലയും അടക്കയും അരിയും കൂടിയിട്ട് എടുത്തിട്ട് ഈ പീഠത്തിൻ്റെ ചുറ്റും നടന്നിട്ട് പീഠത്തിൻ്റെ മുകളിൽ അരി തൂവാണ്. ആ സമയത്ത് മാരാരും ഈ വെളിച്ചപ്പാടും കുറുപ്പും ഒരു മന്ത്രം ചൊല്ലും. ഈ ചിത്രകൂടം പൊലിക്കാനുള്ള ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ചൊല്ലിയിട്ടാണ് 3 പേര് ഒരേ മന്ത്രം ചൊല്ലുക. മാരാരി ചേങ്ങല പൊട്ടിയിട്ട് ചെല്ലും, കുറുപ്പ് വെളിച്ചപ്പാടി അരി തൂവിയിട്ട് ചെല്ലും, കുറുപ്പ് നന്തുണ്ണി മീട്ടി ചൊല്ലും. അത് അവസാനത്തെ ചടങ്ങാണ്. ഈ അവിടെ വന്നിട്ടുള്ള നമ്മൾ ആവാഹിച്ച് വരുത്തിയിട്ടുള്ള ശക്തിയിൽ എന്തെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നേരെ കൈലാസത്തിലേക്ക് പറഞ്ഞാക്കുന്ന ഒരു സങ്കല്പമാണ്. ആ ചിത്രകൂടം വലിക്കൽ കഴിഞ്ഞ് എല്ലാവരും അരിയേറി കഴിഞ്ഞാൽ കോമരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. അതിനുശേഷം കൂറ വലിക്കുക പറയും. അത് കുറുപ്പ് ഈ നമ്മൾ പാട്ടരങ്ങത്ത് വിചാരിച്ചിട്ടുള്ള കൂറ എല്ലാവരോടും 3 പ്രാവശ്യം ചോദിക്കും, കൂറ വലിക്കല്ലേ എന്ന്. അങ്ങനെ ചോദിച്ചതിന് ശേഷം കൂറ വലിച്ച് പാട്ടുടമസ്ഥൻ പാട്ട് നടത്തുന്ന ആരാണോ അവരെ തിരിച്ചേൽപ്പിക്കുന്നതോട് കൂടിയിട്ട് അവിടെ കളമ്പാട്ടിൻ്റെ ചടങ്ങ് കഴിയാണ്. ഈ അയ്യപ്പൻ പാട്ടിനെ എല്ലാവരും വിചാരിക്കും അയ്യപ്പൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല അയ്യപ്പനെയാണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുക. നമ്മൾ പാട്ട് കഴിക്കുന്നത് ശബരിമല അയ്യപ്പനല്ല. നമ്മുടെ പൂർവികമായിട്ട് നമ്മുടെ പരിസരത്തുള്ള പൂർണ്ണ പുഷ്കല, അങ്ങനെ ഭാര്യാസമേതനായിട്ടുള്ള അയ്യപ്പനും അല്ലെങ്കിൽ പ്രഭാസത്യകൻ ഭാര്യയും മകനുമായിട്ടുള്ള അയ്യപ്പൻ്റെ പ്രതിഷ്ഠകൾ ഉണ്ടായിരിക്കും. പഴയ പ്രതിഷ്ഠ മുഴുവൻ അങ്ങനെയാണ്. പുതിയത് വരുന്ന പ്രതിഷ്ഠകളാണ് ഇപ്പോൾ ശബരിമല സമ്പ്രദായത്തിലുള്ള പ്രതിഷ്ഠകളായിട്ട് വരുന്നത്. അത് സ്വയംഭൂവായിട്ടുള്ള അയ്യപ്പനുമുണ്ട്, ഇതുപോലെ പ്രതിഷ്ഠകളായിട്ടുണ്ട്. അങ്ങനെയുള്ള അയ്യപ്പനാണ് നമ്മൾ പാട്ട് കഴിഞ്ഞ് കൂടുതലും ചമ്മറവട്ടത്തെ അയ്യപ്പനാണ് ഈ പരിസരങ്ങളിലൊക്കെ കളമെഴുത്ത് പാട്ട് നടത്തുന്നത്.